ഹായ്! ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മളെ മക്കളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ച് കട്ടി കൂട്ടിയ ഡ്രസ്സൊക്കെ ഉണങ്ങാനുള്ളൊരു പ്രയാസം. അതുപോലെ തന്നെ ഉണങ്ങിയതാണെങ്കിലും അത് മടക്കി വെക്കുമ്പോഴുള്ളൊരു ബാഡ് സ്മെല്ല് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഒരൊറ്റ സാധനം മാത്രം മതി. അതെന്താണെന്നും എങ്ങനെയാണ് അത് വെച്ച് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ശീലേൻ്റെ ഉള്ളിലൊക്കെ ഓട്ട വന്നിട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുടയാണ് നമുക്കിതിനാവശ്യം. അപ്പോൾ അത്യാവശ്യം കാണാൻ രസമുള്ളൊരു ശീലയാണ്. അപ്പോൾ നമുക്കിത് അധികം കട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ എന്നാൽ കമ്പിയിൽ നിന്ന് വേർപെടുത്തവും വേണം. അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. അടുത്ത ഒരു വീഡിയോയിൽ ഇതുകൊണ്ടുള്ള ഉപകാരപ്രദമായ മറ്റൊരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഈ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ കമ്പിയിലോട്ട്, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പതുക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഒന്ന് രണ്ട് വില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ നൂലൊക്കെ ഉണ്ടാക്കുന്നത് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഇത് മഴക്കാലത്ത് മാത്രമല്ല, നമുക്ക് വേനലിനാണെങ്കിലും കുട്ടികളുടെ ചെറിയ ചെറിയ ഡ്രസ്സ്, അതുപോലെ തന്നെ കവറൊക്കെ നമ്മൾ കഴുകി ഉണക്കി എടുത്ത് വെക്കില്ല. ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കവർ എടുത്ത് വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പഴയ കുടയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. കവറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുരുത്തിട്ടിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ അതെടുത്ത് ചാക്കിലോട്ട് മാറ്റിയാൽ മതിയാവും. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സ്, ചെറിയ ഡ്രസ്സുകൾ, ചെറിയ ചെറിയ നിക്കർ, കുഞ്ഞുടുപ്പുകളൊക്കെ ആകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ചെതറിച്ചൊക്കെ ഇങ്ങനെ ആറിയിട്ടിട്ടാണ് ഉണക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു കുടേൻ്റെ കമ്പിയിൽ തന്നെ നമുക്ക് ചെറിയ ഹാങ്ങറിൽ തൂക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരേ സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചത് എടുത്തു കൊണ്ടുവരാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കമ്പികളിൽ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ ആറിയിടാം. അത് വെയിലത്താണെങ്കിലും ശരി നമുക്ക് വളരെ ഉപകാരമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുടേൻ്റെ കമ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിപ്പോൾ തന്നെ ഇതിൽ കുറച്ച് നനഞ്ഞ ഭാഗങ്ങളിലൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിന് ഉപയോഗിക്കാൻ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം തുണി ഇതിലോട്ടേക്ക് ഇടാൻ. എന്നാലും നമ്മൾ നനഞ്ഞ തുണി ഡയറക്റ്റ് കമ്പീൻ്റെ മുകളിൽ ഇടാൻ പാടില്ല. കാരണം അതിൻ്റെ അകത്തുനിന്നുള്ള തുരുമ്പ് നമുക്ക് ആ ഡ്രസ്സിലൊക്കെ ആവും. നനഞ്ഞ തുണി ഇടുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ എന്തായാലും ആ കമ്പിയിൽ തുരുമ്പ് വരും. അപ്പോൾ ഇങ്ങനെ കമ്പികളിൽ നമ്മൾ നേരിട്ടിടുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണങ്ങി ഒരു സ്മെല്ലൊക്കെ മാറേണ്ട ഒരു തുണി ഉണ്ടാവുമല്ലോ, അത് മാത്രം കമ്പികളിലിടുക. അല്ലാതെ ഹാങ്കറിലിട്ടിട്ട് ജസ്റ്റ് ഈ കമ്പിയിൽ തൂക്കിയിട്ടാൽ മതി. അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് തുണി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വെയിലത്ത് എന്നല്ല, കറക്റ്റ് നമ്മൾ ഇതുപോലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എടുത്തിട്ടിട്ട് നമ്മൾ ലൈറ്റ് ഇടുന്ന സ്ഥലത്ത് ഹാളിലാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു കൊളുത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തൂക്കി ഇതുപോലെ ഇങ്ങനെ കുട ഒന്ന് ആ വള്ളി കൊണ്ട് തൂക്കിയിട്ടാൽ മതി. രാവിലെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഇടും. 10-11 മണി വരെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ ആ ഒരു ചൂട് കണ്ട് തന്നെ അത്യാവശ്യം ഉണങ്ങിയ തുണിയാണെങ്കിൽ നമ്മൾ മെഷീനിലൊക്കെ ഇട്ടിട്ട് ഉണക്കിയതാണെങ്കിലും അല്ല പുറത്ത് അഴയിലിട്ടിട്ട് ഉണക്കിയതാണെങ്കിലും ഉണക്കം പോരാത്ത തുണികൾ ഇങ്ങനെ നമ്മൾ ലൈറ്റിൻ്റെ അടിയിലോട്ട് ഒന്ന് ജസ്റ്റ് ഈ ഒരു കുട ഒന്നിങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി, അതിൽ തുണിയും വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി നമുക്ക് മടക്കി വെക്കാനും ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാനും പറ്റും കേട്ടോ. ഈ കുട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അത് നമുക്ക് മടക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കുടേൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ ഒരു കുട അടച്ചു വെക്കുന്ന വള്ളി, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പിടീൻ്റെ ഭാഗത്തോട്ട് വെച്ച് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഈ കമ്പിയാണ്, അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച സമയത്തൊക്കെ കൊള്ളാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാട്ടും ഹൈറ്റിൽ വേണം ഇത് തൂക്കിയിടാൻ. കാരണം ഇതിൻ്റെ കമ്പി കണ്ണിലൊക്കെ കൊള്ളും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല സ്ഥലത്ത്, കുട്ടികളൊന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് മാറ്റി വെക്കുക.
ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ കമ്പീൻ്റെ അറ്റത്ത് തെർമോക്കോൾ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്താലും മതി. ഇതിൻ്റെ പിടീൻ്റെ ഭാഗത്ത് ഒരു കൊളുത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ട് തൂക്കിയിടുന്ന രീതിയിൽ വെക്കണം. കുടയാകുമ്പോൾ റൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അത്രയും സ്പേസുള്ള ഒരു സ്ഥലത്ത് നോക്കിയിട്ട് കൊളുത്തിടുക. അപ്പോൾ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, എത്ര ചെറിയ സ്ഥലത്ത് വേണമെങ്കിലും ജസ്റ്റ് ഒരു ഹാങ്കറിലോ എവിടെയെങ്കിലും വെച്ച് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിവർത്തിയിടുമ്പോൾ നമുക്ക് അത്രയും തുണികൾ ഇതിലിടണമെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്ത് വേണം ഇത് തൂക്കിയിടാൻ. പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരഴേൻ്റെ അകത്തോ മറ്റോ ഇങ്ങനെ ഒരു കൊളുത്ത് കെട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ ഒരുപാട് തുണികൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ മാസ്കൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതാകുമ്പോൾ നമുക്ക് മാസ്ക് കഴുകിയിട്ട് ഇതിൽ തന്നെ ഇട്ട് വെക്കാം. അത് എടുത്ത് മാറ്റി വെക്കണമെന്നില്ല. ഉണങ്ങി കഴിഞ്ഞാൽ കുട ഇതുപോലെ തന്നെ അടച്ചിട്ട് നമുക്കൊരു ഹാങ്കറിൽ തൂക്കിയിടുകയാണെങ്കിൽ മാസ്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ തൂങ്ങിക്കിടക്കും. ആവശ്യത്തിന് എടുത്താൽ മതി. അത് പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് മടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ കുടയുണ്ടെങ്കിൽ നമുക്കങ്ങനെ മാറി മാറി ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊട്ടിയ കുടയൊക്കെ എന്തായാലും നമ്മൾ വെറുതെ ചാടിക്കളയാണ്, അല്ലെങ്കിൽ പഴയതെടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കളയുന്ന പല കാര്യങ്ങൾ കൊണ്ടും ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഇനിയും നമുക്ക് നമ്മളെ ചാനലിലിടണം. എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസ് എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ എത്തുകയും കാണാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ ശീലയൊക്കെ മുറിച്ച് കളഞ്ഞ് കുട ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള പണി. ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഒരു വള്ളീൻ്റെ സ്ഥാനത്ത് ഒരു കൊളുത്തുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കൊളുത്തുണ്ടാക്കിയിട്ട് ഇട്ടാലും മതി. അതിലോട്ടേക്ക് കൊളുത്തിടാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇടേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്താണ്. അധികം ഓവർ വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, കുടേൻ്റെ കമ്പിയാണ്, അപ്പോൾ അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് അത്യാവശ്യം ഉണങ്ങിയ തുണികൾ നന്നായിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി ലൈറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല മഴയാണെങ്കിലൊക്കെ 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ നമുക്ക് തുണി ഉണങ്ങാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു വെയിൽ കിട്ടിയാൽ ഇതെടുത്തുകൊണ്ട് പുറത്തോട്ട് പോകും, പിന്നെ അതെടുത്ത് മഴ പാറുമ്പോൾ അകത്ത് വരും. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഉപകാരമാണ് ഈ ഒരു കുടയിൽ നമ്മൾ ചെറിയതൊക്കെ അറിയിട്ടിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പുറത്ത് കൊണ്ടുപോയിട്ട് വെയിൽ കൊള്ളിക്കാനും എടുത്ത് വെക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതേ കുടേൻ്റെ ലാസ്റ്റ് ഈ ഒരു വള്ളി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ് ഇത് എടുത്ത് വെക്കുന്ന സമയത്ത് ഇത് ചുറ്റിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് കെട്ടി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ ആ കുടേൻ്റെ കാലിൽ തന്നെ ഒന്ന് കെട്ടി ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എടുത്തിട്ട് ഇതിങ്ങനെ കെട്ടി എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കുട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുണിയൊക്കെ ആറിയിടാൻ പാകത്തിന് കേട്ടോ. ഈ ഒരു തുണി ഇത് വെള്ളം നനയാത്തറിയാലോ, കുടേൻ്റെ ആകുമ്പോൾ നമുക്കൊരുപാട് ഉപകാരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ എങ്ങനെയാണ് തുണിയൊക്കെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും നല്ലത് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഹാങ്ങറിൽ തുണി ആറിയിടുന്നതാണ് കേട്ടോ. കുറച്ചുകൂടി ഉറപ്പുണ്ടാവും. കുറച്ചുകൂടി നമുക്ക് കനമുള്ള തുണികളൊക്കെ അവിടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചെറിയ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ കുട്ടികളുടെ തുണികളും അതൊക്കെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങും. പക്ഷേ നമ്മൾ തുണിയിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കടന്നിട്ടാണ് ആറിയിടുക. അപ്പോൾ കുടേൻ്റെ സ്ട്രോങ്ങിനനുസരിച്ചുള്ള തുണികൾ പറ്റും. എന്നാലും നമ്മൾ അകത്തിടുകയാണെങ്കിൽ എന്തായാലും വെള്ളം ഉറ്റുന്ന തുണികൾ ഇടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം തുണികളൊക്കെ നമുക്ക് കുറച്ച് വിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഹാങ്ങറിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലൊരു ഹാങ്ങർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഷർട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഇങ്ങനെ കൊളുത്തി നമുക്ക് അത്യാവശ്യം ഒരു 5-6 എണ്ണം എന്തായാലും വിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല മഴേൻ്റെ സമയത്താണ് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ നനവും ആ സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ഒരു സമയത്ത് ശരിക്കും ഷോക്സ് ആണെങ്കിലും നിക്കറുകളാണെങ്കിലും ഒക്കെ ആറിയിട്ടിട്ട് ഉണക്കാൻ കുറച്ച് പ്രയാസമാണ്. ശരിക്കും നമുക്ക് ആ ഒരു സമയത്ത് ഇത് നല്ല ഉപകാരമാണ് കേട്ടോ, ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വെയിൽ വരുമ്പോൾ പുറത്തിടാം, അല്ലാത്തപ്പോൾ എടുത്ത് അകത്ത് വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടതാ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. അടുത്ത